സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർത്ഥോധ്യായഃ. ഭാഗവതം 10ാമത്തെ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ ബ്രഹ്മസ്തുതിയാണ് നാം 3-4 ക്ലാസ്സായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും മറിച്ചിട്ട് 1 വർഷമായെങ്കിലും ഭഗവാന്റെ മായ നിമിത്തം കുട്ടികൾക്ക് അത് അല്പസമയമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഭഗവാൻ കുട്ടികളെ യമുനാ തീരത്തിരുത്തിയിട്ട് പശുക്കളെ മേയിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ വിചാരിച്ചു, ആ കൃഷ്ണൻ വേഗം വന്നല്ലോ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, വേഗം ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഗോകുലത്തിലേക്ക് മടങ്ങുന്നു. അപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, വ്രജവാസികൾക്ക് സ്വന്തം പുത്രരേക്കാൾ കൂടുതൽ ശ്രീകൃഷ്ണനിൽ പ്രേമമുണ്ടാകാൻ കാരണമെന്ത്? അപ്പോൾ അതിന് കാരണം ശ്രീശുകൻ വിവരിക്കുന്നു. ഗോപക്കുട്ടികളും ഒരുമിച്ച് കളിച്ച് രസിച്ച കൃഷ്ണൻ രാമനും അവരുടെ കൗമാരം കഴിച്ചു കൂട്ടി. ഇത്രയാണ് നമുക്ക് ഇനിയുള്ള ഭാഗത്തിൽ പഠിക്കേണ്ടത്. നമുക്ക് പഠിക്കേണ്ടത് ശ്ലോകം 46 മുതലാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. തദോഹസൻ ഋഷികേശോ അപ്യവഹൃത്യ സഹാർഭകൈഃ ദർശയം ചർമാജഗരം നിവർത്തത വനാദ്വ്രജം. പദച്ഛേദം. തതഃ ഹസൻ ഋഷികേശഃ അഭ്യവഹൃത്യ സഹ അർഭകൈഃ ദർശയൻ ചർമ്മ അജഗരം നിവർത്തത വനാത് വ്രജം. തതഃ അനന്തരം ഹസൻ ചിരിക്കുന്നവരായിട്ട്, അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ കുട്ടികളെ പശുക്കുട്ടികളെയും കൊണ്ടുവന്നപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചിരിച്ച് ഋഷികേശ സർവാന്തര്യാമി അർഭകൈ കുട്ടികളോടുകൂടി അവഹൃത്യ ഭക്ഷണം കഴിച്ചിട്ട് അവരവിടെ ഇരുന്ന് എല്ലാവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഭഗവാന്റെ വനഭോജനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലീലയാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അജഗരത്തെ സംബന്ധിച്ച, അതായത് നേരത്തെ അഘാസുരനെ വധിച്ചല്ലോ, അഘാസുരൻ ഒരു അജഗരമായിട്ട്, ഒരു പെരുമ്പാമ്പായിട്ടാണല്ലോ അവിടെ വന്നത്. ഭഗവാൻ ആ പെരുമ്പാമ്പിനെ വധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തോൽ അവിടെ കിടന്നു. അപ്പോൾ അജഗരത്തെ സംബന്ധിച്ച ചർമ്മ തോലിനെ ദർശയൻ കാട്ടിക്കൊടുത്തിട്ട്, ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതാ ഈ അഘാസുരൻ്റെ അജഗരത്തിൻ്റെ പെരുമ്പാമ്പിൻ്റെ തോലിതാ ഇവിടെ കിടക്കുന്നു. കാട്ടിൽ നിന്ന് വ്രജത്തെ നിവർത്തത, വ്രജത്തിലേക്ക് മടങ്ങി. അപ്പോൾ അവർ വളരെ ഉത്സാഹത്തോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അഘാസുരൻ്റെ ആ ചർമ്മത്തെ, അതായത് അജഗരമായിട്ട് അല്ലെങ്കിൽ പെരുമ്പാമ്പായി തീർന്ന ആ അഘാസുരൻ്റെ തോലിനെയൊക്കെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്ത് രസിച്ചുകൊണ്ട് അവരങ്ങനെ കാട്ടിൽ നിന്ന് ഗോകുലത്തിലേക്ക് മടങ്ങി. ശ്ലോകം 47. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗൈഃ പ്രോദ്ദാമ വേണുദള ശൃംഗരവോത്സവാഢ്യ വസ്സാൻ ഗുണൻ അനുഗീത പവിത്ര കീർത്തേർ ഗോപീദൃക് ഉത്സവദൃശി പ്രവിവേശ ഗോഷ്ടം. ബർഹ പ്രസൂന നവധാതു വിചിത്രിത അംഗഃ. നവധാതു വിചിത്രിത അംഗഃ പ്രോദ്ദാമ വേണു ദള ശൃംഗ രവ ഉത്സവാഢ്യഃ. സമസ്തപദമാണ്. വത്സാൻ ഗൃണൻ അനുഗ ഗീത പവിത്ര കീർത്തി ഗോപീദൃക്
ഉത്സവദൃശി പ്രവിവേശ ഗോഷ്ഠം ബർഹപ്രസൂന നവധാതു വിചിത്രതാംഗൈ. ബർഹ എന്ന് വെച്ചാൽ പീലി. അപ്പോൾ എങ്ങനെയാണ് ഗോകുലത്തിലേക്ക് പോകുന്ന ഭഗവാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്? അപ്പോൾ ആ ഗോകുലത്തിലേക്ക് പോകുന്ന ഭഗവാന്റെ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. തലയിലും മൈപ്പീലി ചുടി, പുഷ്പങ്ങൾ തലയിലുണ്ട്, മുഖത്തും കൈകളിലും മാറത്തുമൊക്കെ പിന്നെ അംഗരാഗങ്ങൾ കുറിക്കൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറിക്കൂട്ടുകളുടെ നിറങ്ങൾ നിമിത്തം ഓരോ അവയവങ്ങളിലും ഓരോ നിറം കാണപ്പെടുന്നു. ബഹുവിധ നിറത്തോടുകൂടിയ അവയവങ്ങൾ കൊണ്ട് ഭഗവാൻ വളരെ ആശ്ചര്യമായിട്ട് വളരെ ഭംഗിയായിട്ട് തോന്നി. അതാണ് ഇവിടെ പറഞ്ഞത്. ബർഹ മയിൽപീലി പ്രസൂന പുഷ്പങ്ങൾ കൊണ്ട് നവ ധാതുക്കൾ, അതായത് ആ കുറുക്കൂട്ടുകൾ പല ഐറ്റങ്ങൾ ചേർത്ത ആ കുറുക്കൂട്ടുകളെല്ലാം ചേർത്ത് ദേഹത്തൊക്കെ തേച്ചിട്ടുണ്ട്. വിചിത്രങ്ങളായിരിക്കുന്ന അവയവങ്ങൾ. പ്രോദ്ദാമ വേണുതള ശൃംഗരവോത്സവാട്യം. പ്രോദ്ദാമ ഏറ്റവും ഉച്ചത്തിൽ കേൾക്കുന്ന വേണു ഓടക്കുഴലിൻ്റെയും വേണുതള ശൃംഗ കൊമ്പിൻ്റെയും രവ ശബ്ദം നിമിത്തം ഉത്സാഹ സമ്പന്നരായി ഉത്സവാഢ്യോ ആഢ്യ എല്ലാവരും വളരെ കൊമ്പും കുഴലുമൊക്കെ ശബ്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി വത്സാൻ ഗൃണൻ പശുക്കുട്ടികളെയൊക്കെ ലാളിച്ച് അനുഗീത പവിത്ര കീർത്തൈ കുട്ടികള് ഗാനം ചെയ്യുകയാണ്. എന്താണ്? പിന്നാലെ വരുന്ന ഗോപകുമാരന്മാർ കൃഷ്ണൻ വനത്തിൽ വെച്ച് കാണിച്ച അത്ഭുത ലീലകളെ കുറിച്ച് അവർ പാടുകയാണ്. അകാസുരവധം ബകാസുരവധം ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ അവർ ഉറച്ച് പാടുകയാണ്. ഭഗവാന്റെ അത്ഭുത ലീലകളെ കുറിച്ച് അവർ പാടുന്നു. അത് പവിത്ര കീർത്തി. കുട്ടികളുടെ ഗാനം ചെയ്യുന്നത് പരിശുദ്ധ കീർത്തിയോടുകൂടിയതാണ്. അതായത് അത് പാടുന്നവരുടെയും കേൾക്കുന്നവരുടെയും പാപങ്ങളെല്ലാം ഇല്ലാതാക്കി പരിശുദ്ധ കീർത്തിയുള്ളവരാക്കി തീർക്കുന്നു. ഭഗവാന്റെ പാട്ടല്ലേ, ഭഗവാന്റെ യശസ്സിനെ പറ്റി പാടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാടുന്നവർക്കും കേൾക്കുന്നവരുടെയും എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു. അതാണ് പരിശുദ്ധ കീർത്തി എന്ന് പറയുന്നത്. എല്ലാവരും ശുദ്ധമാകുന്നു. ഗോപീദൃക് ഉത്സവദൃശി, ഗോപികളുടെ കണ്ണുകൾക്ക് ഉത്സവത്തെ കൊടുക്കുന്ന ദർശനത്തോടു കൂടിയിരിക്കുന്ന കൃഷ്ണൻ. ഇപ്പോൾ ഗോപികൾ ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ ഓടക്കുഴൽ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ഓടി വരും കൃഷ്ണനെ കാണാൻ. അപ്പം അങ്ങനെ അവരുടെ കണ്ണുകൾക്ക് ഉത്സവത്തെ ആനന്ദത്തെ കൊടുക്കുന്ന ദർശനത്തോടു കൂടിയിരിക്കുന്ന കൃഷ്ണൻ ഗോഷ്ടം ഗോകുലത്തെ പ്രവേശിച്ചു. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗൈ പ്രോദാമ വേണുദള ശൃംഗരവോത്സവാട്യ വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തി ഗോപീതരകുത്സവദൃശി പ്രവിവേശ ഗോഷ്ടം. ശ്ലോകം 48. അദ്യാനേന മഹാവ്യാളോ യശോദ നന്ദസൂനുന ഹതോവിദാ ഭയം ചാസ്മത് ഇതി ബാലാവ്രജേ ജഗുഹു. യശോദ അദ്യ അനേന മഹാവ്യാളഃ യശോദ നന്ദ സൂനുന ഹതഃ അവിദ ഭയം ച അസ്മാത് ഇതി ബാലാ വ്രജേ ജഗുഹു. യശോദ നന്ദ സൂനുന, യശോദയുടെയും നന്ദന്റെയും പുത്രനായിരിക്കുന്ന അനേന ഇവനാൽ അദ്യ ഇന്ന് മഹാവ്യാളഃ മഹത്തായ ഒരു പാമ്പ് ഹതഃ കൊല്ലപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഉത്സാഹിച്ചു ചെന്ന് വിശേഷങ്ങളെല്ലാം അവിടെ ഉള്ളവരോട് പറയുകയാണ്. യശോദയുടെയും നന്ദന്റെയും പുത്രനായ ഇവൻ എന്ത് ചെയ്തു? ഇവനാൽ ആദ്യം ഇന്ന് മഹാവ്യാള ഒരു വലിയ പാമ്പിനെ ഹതഃ കൊല്ലപ്പെട്ടു. ഇവനാൽ വലിയ പാമ്പ് കൊല്ലപ്പെട്ടു. അസ്മാത് ഇതിൽ നിന്ന് ഭയം ഞങ്ങളും അവിത രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ പാമ്പ് ഞങ്ങളെല്ലാം വിഴുങ്ങുമായിരുന്നു. പക്ഷെ ഇവൻ ആ പാമ്പിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി അതിനെ കൊന്നു. ഇത് എന്ന് ബാലാഹ കുട്ടികൾ വ്രജത്തിൽ ജഗു പറഞ്ഞു. വ്രജത്തിൽ ചെന്ന്
കാട്ടിലുണ്ടായ വിശേഷങ്ങൾ വിവരിക്കുകയാണ്. ഭഗവാൻ നടത്തിയ അത്ഭുത ലീല അഘാസുരവധം അത് വിവരിക്കുന്നു. അധ്യാനേന മഹാവ്യാളോ യശോദാനന്ദസൂനുന ഹതോവിദ വയം ചാസ്മത് ഇതി ബാലാവ്രജേ ജഗൂ. രാജോവാച. ശ്ലോകം 49. ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യാൻ പ്രേമ കഥം ഭവേത് യോ ഭൂത് പൂർവസ്തോകേഷു സോദ്ഭവേഷ്വപി കഥ്യതാം. ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യാൻ പ്രേമ കഥം ഭവേത് യോ അഭൂത സർവസ്തോകേഷു സോദ്ഭവേഷു അപി കഥ്യതാം. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണോത്തമ, പരോദ്ഭവേ അന്യൽ നിന്ന് ഉത്ഭവിച്ച കൃഷ്ണേ, കൃഷ്ണനിൽ യാൻ ഇത്ര പ്രേമ സ്നേഹം കഥം എങ്ങനെ ഭവിക്കും. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, സ്വന്തം പുത്രന്മാരെ കൂടുതൽ സ്നേഹം ഈ കൃഷ്ണനോട് ഗോപികൾക്ക് തോന്നാൻ കാരണമെന്ത്? സോദ്ഭവേഷു തങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച തോകേഷു അഭി കുട്ടികളിലും തങ്ങൾക്കുണ്ടായ കുട്ടികളിലും നിന്നും കൂടുതലായിട്ടുള്ള സ്നേഹം. യഹ യാതൊന്ന് അഭൂത്പൂർവ മുമ്പുണ്ടാകാത്തതാകുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വന്തം കുട്ടികളോടാണ് സ്നേഹം കൂടുതൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഗോപികമാർക്ക് അവരുടെ കുട്ടികളെക്കാൾ കൂടുതൽ സ്നേഹം കൃഷ്ണനോടായിരുന്നു. കഥ്യത അതിന് കാരണമെന്ത് പറയണം. ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണ യാൻ പ്രേമ കഥം ഭവേത് യോ ഭൂത പൂർവസ്തോകേഷു സോദ്ഭവേഷു അഭി കഥ്യതാം. ശ്ലോകം 50. ശ്രീശുക ഉവാച. സർവേഷാമപി ഭൂതാനാം നൃപസ്വാത്മൈവ വല്ലഭ ഇതരേ അപത്യ വിത്താദ്യ സ്തദ്വല്ലഭ വല്ലഭതയ ഏവ ഹി. സർവേഷാം അപി ഭൂതാനാം നൃപ സ്വാത്മ ഏവ വല്ലഭ ഇതരേ അപത്യ വിത്താദ്യ തത് വല്ലഭതയ ഏവ ഹി. നൃപ, ഹേ രാജാവേ. അപ്പൊ ശ്രീശുകന് മറുപടി പറയാൻ, രാജാവേ, സർവേഷാം സമസ്തങ്ങളായ ഭൂതാനം ഭൂതങ്ങൾക്കും സ്വ ആത്മായേവ അവരുടെ ആത്മാവ് തന്നെ വല്ലഭ ശ്രേഷ്ഠ. അപ്പൊ എല്ലാ പേർക്കും പ്രിയം അവരുടെ ആത്മാവിനെ തന്നെയാണ്. ഇതരങ്ങളായ അപത്യ വിദ്യാദ്യ പുത്രപുത്രാദികൾ അല്ലെങ്കിൽ സന്താനങ്ങൾ ധനം മുതലായവ തത് വല്ലഭതയാ ഏവ ആത്മപ്രീതി നിമിത്തം തന്നെ ഈ പ്രസിദ്ധമാകുന്നു. അപ്പോൾ പുത്രന്മാരെക്കാൾ സ്നേഹം എല്ലാവർക്കും അവരവരുടെ ആത്മാവിനെ തന്നെയാണ്. അവരുടെ ആത്മാവിൽ തന്നെയാണ് സർവാധികമായ പ്രേമം. ആത്മപ്രീതി നിമിത്തം ഇതരമായ സന്താനങ്ങൾ, ധനം, ധാന്യം, ഗൃഹം എന്നീ വിഷയങ്ങളിൽ സ്നേഹമുണ്ടാകുന്നത് ഈ ആത്മാവിൽ സ്നേഹമുള്ളതുകൊണ്ടാണ്. ആത്മസുഖത്തെ ആഗ്രഹിച്ചിട്ടാണ് ധനാദികളെ പ്രാണികൾ സ്നേഹിക്കുന്നത്. അതിനാൽ നിരുപാധികമായിരിക്കുന്ന നിരതിശയ പ്രേമം ആത്മാവിൽ തന്നെ. എല്ലാ പേർക്കും സ്വന്തം ആത്മാവിനോടാണ് സ്നേഹം. സർവേഷാമപി ഭൂതാനാം നൃപസ്വാത്മൈവ വല്ലഭ ഇതരേ അപത്യ വിദ്യാദ്യ വല്ലഭതയേവ ഹി. വല്ലഭതയൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലഭതയൈവ ഹി. ശ്ലോകം 51. തദ്രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനാ ന തഥാ മമതാലംബി പുത്രവിത്തഗൃഹാദിഷു. തത് രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാ ആത്മനി ദേഹിനാം ന തഥാ മമത ആലംബി പുത്ര വിത്ത ഗൃഹാദിഷു. അത് ഹേതുവായിട്ട് രാജേന്ദ്ര, ഹേ രാജാവേ, ദേഹിനാം ദേഹികൾക്ക് സ്വസ്വകാത്മനി അവരവരുടെ ദേഹങ്ങളിൽ എപ്രകാരമോ സ്നേഹം മമതാലംബി പുത്രവിത്ത ഗൃഹാദിഷു തൻ്റേതെന്നുള്ള
ഭാവത്തിന് ആശ്രയമായിരിക്കുന്ന പുത്രൻ, ധനം, ഗൃഹം എന്നീ വസ്തുക്കൾ തഥാന അപ്രകാരമില്ല. എല്ലാവർക്കും അവരവരുടെ ദേഹത്തിലാണ് ആഗ്രഹം. പുത്ര, ധനം, അതിനേക്കാൾ കൂടുതൽ അവർ സ്നേഹിക്കുന്നത് ഏതിനെയാണ്? അവരവരുടെ ദേഹത്തെ തന്നെയാണ്. അത് ലോകരീതിയാണ്. ആത്മാവ് തന്നെ ശ്രേഷ്ഠമെന്നുള്ളത് ലോകസമ്പ്രദായം സൂക്ഷിച്ചറിഞ്ഞാൽ മതി. അജ്ഞരായിരിക്കുന്നവർക്ക് ഞാനെന്ന വിചാരം ദേഹത്തെ കുറിച്ചാകയാൽ ദേഹമാണ് അഹങ്കാരാസ്പദം. അജ്ഞാനികൾ, വിവേകമില്ലാത്തവർ ദേഹമാണ് ഞാൻ എന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നു. അപ്പൊ സകല ജീവികൾക്കും ദേഹത്തിൽ ഏതുവിധം സ്നേഹമുണ്ടായിരിക്കുന്നുവോ ആ വിധ സ്നേഹം ദേഹസംബന്ധികളായിരിക്കുന്ന പുത്ര, ധന, ഗൃഹം ഇവരിൽ ഉണ്ടായി കാണുന്നില്ല. പുത്രന്മാരെ കൂടുതൽ സ്നേഹിക്കുന്നത് അവരവരുടെ ദേഹത്തെ തന്നെയാണ്. അവർ ദേഹസംബന്ധികളെ എന്തിനാണ്, പുത്രന്മാരെ എന്തിനാണ് സ്നേഹിക്കുന്നത്? അവരുടെ ദേഹസുഖത്തിന് വേണ്ടിയാണ്. അപ്പോൾ ധനം ധാരാളം സമ്പാദിക്കും, രോഗാദികളുടെ ശാന്തിക്ക് വേണ്ടി ചെലവ് ചെയ്യും. സമ്പാദിച്ച ധനം അത്രയും ചിലപ്പോൾ രോഗത്തിനെ ചികിത്സിക്കാൻ തന്നെ ആയിരിക്കും. പ്രിയപ്പെട്ട പുത്രൻ താൻ പറയുന്നത് കേട്ടില്ലെങ്കിലോ അവനെ ഉപേക്ഷിക്കും. അങ്ങനെ തന്നെ ഭർത്താവ് വേണമെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കും. സകലരും തനിക്ക് എതിരാണെന്ന് കണ്ടാൽ അവരെയൊക്കെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ദേഹത്തിലാണ് മമത. ധനാദികളെക്കാൾ കൂടുതൽ ദേഹത്തിൽ ഓരോരുത്തർക്കും സ്നേഹം കൂടുതലാണ്. തദ്രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനാം ന തഥാ മമതാലംബി പുത്രവിക്ത ഗൃഹാദിഷു. ശ്ലോകം 52. ദേഹാത്മവാദിനാം പുംസാം അഭിരാജന്യ സത്തമ യഥാ ദേഹപ്രിയതമ സ്തദാനാഹ്യനു യേ ചതം. ദേഹ ആത്മവാദിനാം പുംസാം അപി രാജന്യ സത്തമ യഥാ ദേഹ പ്രിയതമ തഥാ ന ഹി അനു യേ ചതം. ദേഹാത്മവാദിന, ദേഹം തന്നെ ആത്മാവെന്ന് പറയുന്ന സ്വഭാവമുള്ള പുംസ ആളുകൾക്ക് രാജന്യ സത്തമ, രാജാക്കന്മാരിൽ വച്ച് ഉത്തമനായ അല്ലയോ പരീക്ഷിത്തെ, ദേഹ ശരീരം യഥാവിധം ഏതുവിധം പ്രിയതമ പ്രീതി ഉണ്ടായിരിക്കുന്നുവോ തമ്മനു അതിനനുസരിച്ച് ചിലർ തഥാന അത്ര പ്രേമാസ്പദരല്ല. അപ്പൊ എല്ലാ പേരും അവരുടെ ദേഹത്തെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ആർക്ക് ഏതിൽ ആത്മബുദ്ധിയുണ്ടോ അവർ അതിൽ സ്നേഹിക്കും. അപ്പോൾ അജ്ഞന്മാർ, വിവേകമില്ലാത്തവർ ദേഹത്തെ സ്നേഹിക്കും. എന്നാൽ വിവേകമുള്ളവരോ ദേഹത്തേക്കാൾ കൂടുതൽ ആത്മാവിനെ ആയിരിക്കും സ്നേഹിക്കുന്നത്. ദേഹാത്മവാദിനാം പുംസാം അഭിരാജന്യ സത്തമ യഥാ ദേഹ പ്രിയതമസ്തഥാ നഹ്യനു യേ ചതം. ശ്ലോകം 53. ദേഹോപി മമതാഭാഗ് ചേത് തർഹ്യസൗ നാത്മവത് പ്രിയ യജ്ജീര്യത്യപി ദേഹേസ്മിൻ ജീവിതാശാ ബലീയസി. ദേഹോ അപി മമതാഭാഗ് ചേത് തർഹി അസൗ ന ആത്മവത് പ്രിയഃ യജ്ജീര്യതി അപി ദേഹേ അസ്മിൻ ജീവിതാശാ ബലീയസി. ദേഹ അപി, ദേഹവും മമതാഭാഗ് മമതയുടെ ആസ്പദമാണെങ്കിൽ തർഹി എന്നാൽ അസൗ ഈ ദേഹം ആത്മവത് ആത്മാവിനെ പോലെ ന പ്രിയ പ്രേമാസ്പദമല്ല. ഏതെന്ന ഹേതുവായിട്ട് അസ്മിൻ ദേഹേ ഈ ശരീരം ജീര്യതി നശിക്കുന്ന അവസരത്തിലും ജീവിതാശ ജീവിതത്തിലുള്ള ആശ ബലിയസി ഏറ്റവും ബലമുള്ളതാകുന്നു. മരിക്കാൻ പോകുന്ന സമയത്തും പിന്നീടും ധനം സമ്പാദിക്കണമെന്ന ആശയേ ഉള്ളൂ, അല്ലേ? ദേഹത്തിൽ ആശയുള്ളവർക്ക് മരിക്കാൻ പോകുന്ന സമയത്ത് ദേഹം നശിക്കുന്നു എന്നറിഞ്ഞാലും വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടണമെന്ന് ആണ് ആശ.
അപ്പോൾ മരിക്കുന്ന സമയത്തിലും ആശാപാശങ്ങൾ വിട്ടു മാറുന്നില്ല. 10 കിട്ടിയാൽ 100 മതിയെന്നും 100 കിട്ടിയാൽ സഹസ്രം മതിയെന്നും. ഇപ്പോൾ 10 കിട്ടുമ്പോൾ 100 വേണം, 100 കിട്ടുമ്പോൾ സഹസ്രം വേണം, സഹസ്രം കിട്ടുമ്പോൾ 1000 കിട്ടുമ്പോൾ 1000 വേണമെന്ന്. ഇതാണ് ചിന്ത. ദേഹോപി മമതാഭാക്ചേ തർഹ്യസൗനാത്മവത് പ്രിയ യജ്ജീര്യതയപി ദേഹേസ്മിൻ ജീവിതാശാബലീയസേ. ശ്ലോകം 54. തസ്മാത് പ്രിയതമസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. തസ്മാത് പ്രിയതമഃ സ്വാത്മാ സർവേഷാം അപി ദേഹിനാം തദർത്ഥം ഏവ സകലം ജഗത് ഏതത് ചരാചരം. തസ്മാത് അത് ഹേതുവായിട്ട് സർവേഷാം എല്ലാ ദേഹിനാം അപി ദേഹികൾക്കും സ്വാത്മാ അവരുടെ ആത്മാവ് പ്രിയതമ പ്രിയം തന്നെ. എല്ലാവർക്കും അവരുടെ ആത്മാവ് പ്രിയം തന്നെ. ചരാചരം ഇളകുന്നതും ഇളകാത്തതുമായ സകലം സമസ്തമായ ഏതത് ജഗത് ഈ ലോകം തദർത്ഥമേവ ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പോൾ സകല ശരീരികൾക്കും അവരുടെ ആത്മാവിൽ തന്നെയാണ് പരമമായ പ്രേമം. ഭാര്യപുത്രാദികളും ഗൃഹധന ആദികളും ആത്മസുഖത്തിന് വേണ്ടിയിട്ടും മാത്രമാണ് എല്ലാവരും അവരവരെ അല്ലെങ്കിൽ ആത്മാവിനെ സ്നേഹിക്കുന്നത്. തസ്മാത് പ്രിയതമസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. ശ്ലോകം 55. കൃഷ്ണമേനം അവേഹി ത്വമാത്മാനമഖിലാത്മനം ജഗദ്ഹിതായ സോപ്യത്ര ദേഹീവാഭാ അഭാതിമായയാ. കൃഷ്ണം ഏനം അവേഹി ത്വം ആത്മാനം അഖിലാത്മനാം ജഗദ്ഹിതായ. ജഗദ്ധിതായ എന്ന് പറയുന്നത് ഹിതായ എന്ന് വായിക്കണം. ജഗദ്ഹിതായ സഹ അപി അത്ര ദേഹി ഇവ ഭാതി. ദേഹി ഇവ ആഭാതി. ദേഹീവാഭാതി. ദേഹീവ ആഭാതി മായയ. കൃഷ്ണം ഏനം. ഏനം കൃഷ്ണം. ഈ കൃഷ്ണനെ അഖിലാത്മനാം സകല ആത്മാക്കളുടെയും ആത്മാനം ആത്മാവായിട്ട് ത്വം നീ അവേഹി അറിഞ്ഞാലും. കൃഷ്ണൻ ആരാണ്? എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവാണ്. എല്ലാവരുടെയും ആത്മാവായി വിളങ്ങുന്നത് ആരാണ്? കൃഷ്ണനാണെന്ന് നീ അറിയുക. സഹാബി അവനും തത്ര ഈ വ്രജത്തിൽ ജഗദ്ഹിതായ ലോകത്തിൻ്റെ ഹിതത്തിനു വേണ്ടി മായ കൊണ്ട് ദേഹീവ ദേഹമുള്ളവനെ പോലെ ആഭാതി ശോഭിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇവിടെ എല്ലാവരുടെ ആത്മാവായിരിക്കുന്നവനാണ്. ഭഗവാൻ ഇവിടെ എന്തിനാണ് അവതരിച്ചത്? ഇവിടെ സാധാരണ ജീവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ ദേഹത്തെ ധരിച്ച് അവതരിച്ചു വന്നിരിക്കുന്നത്. അത് മായയാലാണ്. മായ കൊണ്ട് മനുഷ്യ ശരീരം ധരിച്ചു വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ആരാണ്? ആത്മാവാണ്. എല്ലാവരിലും ഇരിക്കുന്ന ആത്മാവാണ്. അല്ലാതെ സാധാരണ ജീവന്മാരെ പോലെ കർമാധീനമായ ശരീരം ധരിച്ചവനല്ല. ഭഗവാന് കർമ്മം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യരെ പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. അപ്പോൾ സകലാത്മാവായ കൃഷ്ണനെ എല്ലാവരും പ്രിയതമൻ എന്ന് കരുതുന്നതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. സമഷ്ടി ജീവസ്വരൂപൻ കൃഷ്ണൻ തന്നെയാണ്. എല്ലാവരുടെയും ജീവസ്വരൂപമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. സകല ജീവജാലങ്ങളിലും ജീവസ്വരൂപമായി വിളങ്ങുന്ന പരമാത്മാവാണ് കൃഷ്ണൻ. അപ്പം അതുകൊണ്ടാണ് അത് വ്രജസ്ത്രീകൾക്ക് അറിഞ്ഞൂടെങ്കിലും അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഉള്ളിൽ താനേ തന്നെ കൃഷ്ണനോട് പ്രേമമുണ്ടാകുന്നു. കൃഷ്ണമേനം അവേഹി ത്വമാത്മാനമഖിലാത്മനാം ജഗദ്ഹിതായ സോപ്യത്ര ദേഹീവാഭാതി മായയാ. ശ്ലോകം 56. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാനുചരിഷ്ണ ച
ഭവദ്രൂപമഖിലം നാന്യത് വസ്തു ഇഹ കിഞ്ചന വസ്തുതഃ ജാനതാം അത്ര കൃഷ്ണം സ്ഥാനു ചരിഷ്ണു ച ഭവദ്രൂപം അഖിലം ന അന്യത് വസ്തു ഇഹ കിഞ്ചന. വസ്തുതഃ പരമാർത്ഥമായിട്ട് കൃഷ്ണനെ ജാനതാം അറിയുന്നവർക്ക് അത്ര ഈ ലോകത്തിൽ സ്ഥാനു ചരിക്കാത്തതും ചരിഷ്ണു ചരിക്കുന്നതുമായ അഖിലം സമസ്തവും ഭവദ്രൂപം ഭഗവാനാകുന്ന രൂപത്തോടു കൂടിയതാകുന്നു. ഇപ്പൊ പരമാർത്ഥമായി ആത്മാവിനെ മനസ്സിലാക്കുന്നവർ എല്ലാത്തിലും ആത്മാവിനെ കാണുന്നു. ചലിക്കുന്നതും ചലിക്കാത്തതുമായ പക്ഷിമൃഗാദികളിലും വൃക്ഷങ്ങളിലും എല്ലാത്തിലും മനുഷ്യരിലും എല്ലാവരിലും ആരെ കാണുന്നു? ഭഗവാനെ കാണുന്നു. യാതൊന്നു കാൺമതോ നാരായണ പ്രതിമ. ഇഹ ഈ ലോകത്തിൽ അന്യത് വസ്തു മറ്റൊരു വസ്തു കിഞ്ചന ഒന്നുമില്ല. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്താം ജഗത്. ഇവിടെ മുഴുവനും ഈശ്വരൻ മാത്രമേ ഉള്ളൂ, മറ്റൊരു വസ്തു ഇവിടെ ഇല്ല. ശ്രീകൃഷ്ണന്റെ സത്യസ്വരൂപം അറിയുന്നവർക്ക് ഈ ലോകത്തിൽ അചരാത്മകമായ കാണപ്പെടുന്ന സർവവും ഭഗവാനാകുന്നു. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ യാതൊരു വസ്തുവും ഇല്ല. ജ്ഞാനികളുടെ അനുഭവജ്ഞാനമാണിത്. ലോകത്തിൽ അതിൻ്റെ ഏതിൻ്റെ സ്വരൂപം ഏത് വിധമോ ആ സ്വരൂപമായി ഭവിച്ചവൻ ഭഗവാനാകുന്നു. അതാണ് ബ്രഹ്മാവിന് പിന്നീട് അവിവേകം ഉദിച്ചത്. എല്ലാത്തിലും കൃഷ്ണനെയാണ് കണ്ടത്, പശുക്കളിലും ഗോപക്കുട്ടികളിലും എല്ലാം. അപ്പം ബ്രഹ്മാവിന് മനസ്സിലായി ഒരു പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാനു ചരിഷ്ണു ച ഭഗവദ്രൂപമഖിലം നാന്യത് വസ്തു ഇഹ കിഞ്ചന. ശ്ലോകം 57. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിത തസ്യാപി ഭഗവാൻ കൃഷ്ണ കിമതത് വസ്തു രൂപ്യതാം. സർവേഷാം അപി വസ്തൂനാം ഭാവ അർത്ഥഃ ഭവതി സ്ഥിതഃ തസ്യ അപി ഭഗവാൻ കൃഷ്ണഃ കിം അതത് വസ്തു രൂപ്യതാം. സർവേഷാം സകലങ്ങളായ വസ്തൂനാം അപി സാധനങ്ങളുടെയും ഭാവാർത്ഥഃ പരമാർത്ഥം ഭവതി പരിണാമത്തെ പ്രാപിച്ചതായ കാരണത്തിൽ സ്ഥിതഃ സ്ഥിതമായിരിക്കുന്നു. തസ്യാപി അതിൻ്റെയും കാരണം ഭഗവാൻ കൃഷ്ണഃ സർവ ഐശ്വര്യപൂർണനായ കൃഷ്ണനാണ്. അതത് വസ്തു അവനല്ലാത്ത ഇരിക്കുന്ന സാധനം കിം എന്തുണ്ടെന്ന് നിരൂപിച്ചാലും. അപ്പൊ എല്ലാ വസ്തുക്കളിലും കാണുന്നത് ഭഗവാൻ തന്നെ. ഭഗവാനില്ലാത്ത വസ്തു ഏതാണ്? ഒന്നുമില്ല. അതായത് എല്ലാത്തിൻ്റെ മൂല കാരണം ഭഗവാനാണ്. ഭഗവാനില്ലെങ്കിൽ ഒന്നുമില്ല. ഈ ജഗത്ത് ആ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ഏതുപോലെ എന്ന് വെച്ചാൽ മണ്ണ് ഉണ്ടെങ്കിലേ കുടമുണ്ടാവുകയുള്ളൂ. മണ്ണിൽ നിന്നാണ് കുടമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണാണ്. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ അതിൻ്റെ കാരണം എന്താണ്? സ്വർണമാണ്. പിന്നെ വസ്ത്രത്തിൻ്റെ കാരണം എന്താണ്? നൂലാണ്. അതുപോലെ ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും കാരണം ഏതാണ്? പഞ്ചഭൂതം. ഈ പഞ്ചഭൂതങ്ങളുടെ കാരണം ഏതാണ്? പ്രകൃതി. പ്രകൃതിയുടെ കാരണം എന്താണ്? പുരുഷൻ അല്ലെങ്കിൽ ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്നാണ് പ്രകൃതി അല്ലെങ്കിൽ മായ ഉണ്ടായത്. പിന്നെ അതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സർവത്തിൻ്റെയും കാരണം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനെ കൂടാതെ അപ്പോൾ ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ വസ്തു ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. മണ്ണില്ലെങ്കിൽ കുടമില്ല, സ്വർണമില്ലെങ്കിൽ ആഭരണമില്ല, നൂലില്ലെങ്കിൽ വസ്ത്രമില്ല. അതുപോലെ ഭഗവാൻ ഇല്ലെങ്കിൽ ലോകവുമില്ല, പ്രപഞ്ചവുമില്ല. അപ്പോൾ ഭഗവാൻ ഒഴിച്ചിവിടെ മറ്റൊന്നും ഇല്ല. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിത തസ്യാപി ഭഗവാൻ കൃഷ്ണ കിമ്മതത് വസ്തുരുപ്യതാം. ശ്ലോകം 58. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സ പദം പരം പദം 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 യദ്വിപദാം ന തേഷാം.
സമാശ്രിത ഏ പദ പല്ലവ പല്ലവം പല്ലവ പ്ലവം ഏ പദ പല്ലവ പ്ലവം മഹത്പദം പുണ്യ യശഃ മുരാരേ ഭവാംബുധീഹി വത്സപദം പരം പദം 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 യത് വിപദാം ന തേഷാം. പുണ്യ യശോ മുരാരേ, പുണ്യ ശ്രേയസ്സോടുകൂടിയിരിക്കുന്ന മുരാരിയുടെ, മുരൻ എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് ഭഗവാന് മുരാരി എന്ന പേര് കിട്ടിയത്. മുരാരിയുടെ മഹത്പദം, മഹാന്മാർക്കും ആശ്രയമായിരിക്കുന്ന പദ പല്ലവ പ്ലവം, പല്ലവം പോലെ ഇരിക്കുന്ന പദമാകുന്ന തോണിയെ, മൃദുവായിരിക്കുന്ന ആ പദമാകുന്ന തോണിയെ യാതൊരുവൻ സമാശ്രിത സർവാത്മാന ആശ്രയിക്കുന്നുവോ തേഷാം അവർക്ക്, ഇപ്പൊ ഭഗവാന്റെ പാദപങ്കജത്തെ ആശ്രയിക്കുന്നവർക്ക് ഭവാംബുധി സംസാര സമുദ്രം പെട്ടെന്ന് തരണം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? വത്സപദം, വത്സപദം പശുക്കുട്ടിയുടെ കുളമ്പ് പതിഞ്ഞ കുഴി പോലെ. അപ്പോൾ സംസാര സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്നവന് വലിയ സമുദ്രം കടക്കാൻ പ്രയാസമാണ്. പക്ഷെ ഭഗവാന്റെ പാദമാകുന്ന തോണി ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കടക്കാം. എങ്ങനെയാണ്? ഒരു പശുവിൻ്റെ കാൽ കുളമ്പ് കൊണ്ട് ഒരു കുഴിയുണ്ടായി അതിൽ വെള്ളം നിറഞ്ഞാൽ നമുക്ക് എളുപ്പം കടക്കാൻ സാധിക്കുമല്ലോ. അതുപോലെ ഈ ഭവാർണവം സംസാര സമുദ്രം പെട്ടെന്ന് കടക്കാൻ സാധിക്കുന്നു. കാരണം എന്താണ്? ഭഗവാന്റെ പാദമാണ് അവിടെ തോണിയായിരിക്കുന്നത്. ഭഗവാനാണ് എല്ലാ പേർക്കും ആശ്രയം. പരംപദം, പരമപദം, പദം സ്ഥാനമാകുന്നു. വിപദം, ആപത്തുകൾക്ക് യത് പദം, യാതൊന്ന് വിഷയമോ തത്, അത് നതേഷാം അവർക്കില്ല. അപ്പൊ ഭഗവാൻ മാത്രം പരമാർത്ഥമായിരിക്കുന്നതിനാൽ ആര് ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നുവോ അവർക്ക് മോക്ഷം പെട്ടെന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ ഈ സംസാര സമുദ്രം അവർക്ക് ഒരു പശുക്കുട്ടിയുടെ കുളമ്പിൽ നിൽക്കുന്ന വെള്ളത്തെ പോലെ കടക്കാൻ സാധിക്കുന്നു. പരമപദമായിരിക്കുന്ന വൈകുണ്ഠമാണ് അവരുടെ വാസസ്ഥാനം. അതാണ് പരമം പദം, പരമപദം. അവർക്ക് സ്ഥാനം എന്ന് പറഞ്ഞാൽ പരമപദം ഏതാണ്? വൈകുണ്ഠമാണ് അവരുടെ വാസസ്ഥാനം. അപ്പൊ ജനന മരണ പ്രവാഹമായിരിക്കുന്ന ആപത്തിന്റെ ആസ്പദമായിരിക്കുന്ന പുനർജന്മം അവർക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഭഗവാൻ ആശ്രയമായി ഉണ്ടായിരുന്നാൽ നമുക്ക് ഈ സംസാര ആർണവം പെട്ടെന്ന് കടക്കാൻ സാധിക്കും. അതാണല്ലോ മഹാഭാരത യുദ്ധ സമയത്ത് പാണ്ഡവർക്ക് എങ്ങനെയാണ് ആ മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചത്? നമ്മൾ നേരത്തെയുള്ള ശ്ലോകത്തിൽ പഠിച്ചു. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല. അപ്പൊ ഭീഷ്മനും ദ്രോണനും തടമായിട്ടുള്ള ഗാന്ധാര നീലോപല, വലിയ കരിമ്പാറയായിട്ട് ശകുനി, ചുഴിയായിട്ട് കർണന, അർജുന, എല്ലാ പേരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ വലിയ സമുദ്രം പാണ്ഡവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പശുക്കുട്ടിയുടെ കുളമ്പ് ഇല്ല ജലം പോലെ കടക്കാൻ സാധിച്ചു. എന്താണ് കാരണം? അവിടെ സാരഥിയായിട്ട് നിന്നത് ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണനുള്ളത് കൊണ്ടാണ് അവർക്ക്, പാണ്ഡവർക്ക് മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചത്. അതുപോലെ നമുക്കും ഈ സംസാരാർണവം കടക്കണമെങ്കിൽ ആ കൃഷ്ണന്റെ പദത്തെ തന്നെ നമ്മൾ ആശ്രയിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുതിർവത്സ പദം പരംപദം പദം പദം യത് വിപദാം ന തേഷാം. ശ്ലോകം 59. ഏതത്തേ സർവമാഖ്യാതം യത് പൃഷ്ടോഹമിഹ ത്വയാ യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. യത് ഏതത്തേ സർവമാഖ്യാതം യത് പൃഷ്ടഃ അഹം ഇഹ ത്വയാ യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. അപ്പം ഇതിൽ ത്വയ അങ്ങയാൽ, അഹം ഞാൻ, യത് പൃഷ്ടഃ യാതൊന്ന് ചോദിക്കപ്പെട്ടുവോ, ഏത് ഇത് സർവം മുഴുവനും തേ അങ്ങേക്കായിക്കൊണ്ട് ആഖ്യാതം പറഞ്ഞു. അങ്ങ് ചോദിച്ചതിന് ഉത്തരം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൗമാരെ കൗമാരത്തിൽ
യാതൊന്ന് ഹരികൃതം, ഹരിയാൽ ചെയ്യപ്പെട്ടു, പൗഗണ്ഡത്തിൽ പരികീർത്തിയ, നന്നായി പറയപ്പെട്ടു. അപ്പൊ കൃഷ്ണൻ കൗമാരത്തിൽ ചെയ്ത അഘാസുരവധം ഗോപന്മാർ പൗഗണ്ഡാവസ്ഥയിലാണ് വ്രജത്തിലുള്ളവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അതിനുണ്ടായ കാരണം എന്താണെന്ന് അങ്ങ് ചോദിച്ചല്ലോ. അതിൻ്റെ ശരിയായ ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് കൗമാരം എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള വയസ്സുള്ള കാലമാണ്. പൗഗണ്ഡം എന്ന് പറഞ്ഞാൽ 5 മുതൽ 16 വരെയുള്ള. അപ്പോൾ ഇവര് 5-ാമത്തെ വയസ്സിൽ ചെയ്ത കാര്യം, അതായത് അഘാസുരവധം വനഭോജനമൊക്കെ കൗമാരത്തിൽ 5 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ അത് 5 വയസ്സ് കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞപ്പോൾ പൗഗണ്ഡാവസ്ഥയിലാണ് ഇവർ ചെന്ന് വ്രജത്തിലുള്ളവരോട് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു അല്ലേ, 1 വർഷം പോയത് അവരാരും അറിഞ്ഞില്ല. കാരണം എന്താണ്? ഭഗവാന്റെ മായയിൽ അവർ മോഹിച്ചിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് ഈ കുട്ടികൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വന്നത്. അപ്പം ആദ്യം വന്നത് കൃഷ്ണൻ തന്നെയായിരുന്നു. കൃഷ്ണനായിരുന്നു പശുക്കുട്ടികളും ഗോപകുട്ടികളുമായി മാറിയത് ആ 1 വർഷക്കാലം. അത് കഴിഞ്ഞാണ് ബ്രഹ്മാവ് കുട്ടികളെ കൊണ്ടുവന്നത്. അവർ വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞു. പക്ഷെ അവർക്ക് അത് അല്പസമയമായിട്ടേ ഭഗവാന്റെ മായ നിമിത്തം തോന്നിയുള്ളൂ. ഏതത്സേ സർവമാഖ്യാതം യത് പൃഷ്ടോഹമിഹത്വയാ യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം. ശ്ലോകം 60. ഏതത് സുഹൃത്വീ ചരിതം മുരാരേ അഖാർത്തനം ചാതുലജേമനം ച വ്യക്തേതരദ്രൂപ അജോർവഭിഷ്ടം ശുണ്ണൻ ഗൃണ്ണന്നേതി നരോഖിലാർത്താൻ. ഏതത് സുഹൃദ്ഭിഃ ചരിതം മുരാരേ അഖാർദനം ശാദ്വലജേമനം ച വ്യക്തേതര രൂപം അജോ ഊർവ അഭിഷ്ടവം ശൃണ്വൻ ഗൃണ്ണൻ ഇതി നരഹ അഖില അർത്ഥാൻ. മുരാരിയുടെ സുഹൃത്തുക്കളോടുകൂടിയുള്ള ഏതത് ചരിതം, ഈ ചരിതത്തെയും അഘാസുരനെ നശിപ്പിച്ചതിനെയും ശാദ്വലജേമനം ച പച്ചപ്പുല്ലിൻ്റെ മീതെ ഇരുന്നുള്ള വനഭോജനത്തെയും അജോർവഭിഷ്ടവം അജ എന്നുവെച്ചാൽ ബ്രഹ്മാവ് ചെയ്തതായ ഉർവ എന്ന് വെച്ചാൽ മഹത്തായ അഭിഷ്ടവം സ്തോത്രത്തെയും ബ്രഹ്മാവിൻ്റെ ശ്രീകൃഷ്ണസ്തുതി ഉണ്ടല്ലോ, അതും വ്യക്തേതര രൂപ, വ്യക്തത്തിൽ നിന്ന് അതായത് ജഡത്തിൽ നിന്ന് ഇതരമായിരിക്കുന്ന ചിദാനന്ദ രൂപത്തെയും ശുണ്ണൻ കേൾക്കുന്നവരും ഗൃണ്ണൻ ഉച്ചരിക്കുന്നവരുമായ നരഹ മനുഷ്യൻ അഖിലാർത്ഥാൻ സകല പുരുഷാർത്ഥത്തെയും ചേതി പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാൻ മുരാരി തൻ്റെ കൂട്ടുകാരോടടുത്ത് ചെയ്ത ലീലാവിശേഷങ്ങൾ, അതായത് 12-ാമത്തെ 13-ാമത്തെ 14-ാമത്തെ 3 അധ്യായങ്ങൾ, അതുപോലെ അഘാസുരവധത്തിലാണ് 12-ലാണ്, പിന്നെ പച്ചപ്പുല്ല് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാകൃതനെ പോലെ ആചരിച്ച വനഭോജനം 13-ല്, പിന്നെ 14-ലാണ് ബ്രഹ്മാവ് ചെയ്ത സ്തുതി, അതിനെയും ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപ വൈഭവത്തെയും ആര് പാരായണം ചെയ്യുന്നുവോ ശ്രവിക്കുന്നുവോ അവർ ഭഗവത് ഭക്തന്മാരായി ഭവിച്ച് ഐഹിക സുഖഭോഗങ്ങളും അവസാനം മോക്ഷവും പ്രാപിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 3 അധ്യായങ്ങൾ 12, 13, 14 ഇത് 3ഉം ശരിയായ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ അഘാസുരവധവും ഭഗവാന്റെ വനഭോജനവും ബ്രഹ്മാവ് ചെയ്ത സ്തുതി അത് കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്താൽ എല്ലാ ഐഹിക സുഖങ്ങളും അനുഭവിച്ച് അവസാനം മോക്ഷം പ്രാപിക്കും. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഏതത് സുഹൃദ്ഭി ചരിതം മുരാരേ അഖാർത്തനം ചാദ്വലജേമനം ച വ്യക്തേതരദ്രൂപ
അജോർവഭിഷ്ടവം ശൃണ്ണൻ ഗൃണനേതി നരോഖിലാർത്താൻ. ശ്ലോകം 61. ഏവം വികാരൈ കൗമാരൈ കൗമാരം ജഗദുർവ്രജേ നിലായനൈ സേതുബന്ധൈർ മർക്കടോത്പ്ലവനാദിഭി. ഇത് കഴിഞ്ഞ അദ്ദേഹത്തിലെ അവസാനം ഈ ശ്ലോകം തന്നെയായിരുന്നു. ഏവം വികാരൈ കൗമാരൈ കൗമാരൈഹി കൗമാരാവസ്ഥയിൽ ഏവം വികാരൈ ഇപ്രകാരം ഇമാതിരി കളികൾ കൊണ്ടും നിലായനെ ഒളിച്ചു കളികൊണ്ടും സേതുബന്ധനെ ചിറകെട്ടി കളിച്ചുകൊണ്ടും മർക്കടോത്പ്ലവനാദിപി കുരങ്ങുകൾ പോലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിൽ ചാടി കളിച്ചു. വ്രജത്തിൽ കൗമാരാവസ്ഥയെ ജഹദു രണ്ടുപേരും കഴിച്ചുകൂട്ടി. ഇപ്പൊ കൃഷ്ണനും ബലരാമനും കൗമാരാവസ്ഥയിൽ അവർക്ക് ഉചിതമായ ഒളിച്ചുകളി, നദിയിൽ അണ കെട്ടുക, മരങ്ങൾ കയറി കുരങ്ങുകളെ പോലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടുക തുടങ്ങിയ കളികൾ കൊണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും ഗോകുലത്തിൽ അവരുടെ കൗമാരം കഴിച്ചുകൂട്ടി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തേ ബ്രഹ്മസ്തുതിർനാമ ചതുർത്ഥോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.